Probability. This is actually an extension of the chapter that you had studied in your 10th standard. By probability, we mean chance of occurring. See some experiments. Tossing a coin. ഒരു കോയിൻ ടോസ് ചെയ്താൽ we will get either head or tail, and head is represented as H and tail is by T, capital T. So when you toss a coin, you will get either H or T, and these H and T can be taken as outcomes. This one, outcomes. Okay, so tossing a coin, it is an experiment. Such experiments are called as random experiment. Why do we call this as a random experiment? Because when we toss a coin, sometimes we will get head or sometimes we will get a tail, but actually it is not sure. So surety is not predicted here. That gives only a chance. So if the outcomes of an experiment are unpredictable and not sure, such experiments are called as random experiment. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വേണമെന്ന് വിചാരിച്ച് ടോസ് ചെയ്താൽ നമുക്ക് ഹെഡ് ഒന്നും കിട്ടണമെന്നില്ല. ചിലപ്പോൾ ടെയിലാവാം, ചിലപ്പോൾ ഹെഡ് തന്നെ കിട്ടാം, ഷുവറില്ല. അതുകൊണ്ട് ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുക എന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പറഞ്ഞ പോലത്തെ ഒരു എക്സ്പെരിമെൻ്റ് അല്ല. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിന് കറക്റ്റ് ആൻസർ കിട്ടും അല്ലേ? പക്ഷേ ഇതിൽ ഒരു കറക്റ്റ് ആൻസർ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളെന്തായാലും പറയാം റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ടോസിങ് 2 കോയിൻസ്, നിങ്ങൾ 2 കോയിൻസ് എടുത്ത് ടോസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 2 ഹെഡിനെ കിട്ടാം, പക്ഷേ ഉറപ്പൊന്നുമില്ല. സംടൈംസ് യു വിൽ ഗെറ്റ് ഹെഡ് ഹെഡ് ടെയിൽ. ഫസ്റ്റ് കോയിൻ്റെ ഹെഡ്, സെക്കൻഡ് ടെയിലാവുക. സംടൈംസ് ഫസ്റ്റ് ടെയിൽ, സെക്കൻഡ് ഹെഡ്. സംടൈംസ് ബോത്ത് ആർ ഹെഡ് ഓർ ബോത്ത് ആർ ടെയിൽ. ഇങ്ങനെ കിട്ടാം. എച്ച് ടി, ടി എച്ച്, എച്ച് എച്ച്, ടി ടി. ബട്ട് ദ ഔട്ട്കംസ് ആർ നോട്ട് ഷുവർ ആൻഡ് കനോട്ട് ബി പ്രഡിക്റ്റഡ്. ടോസിൽ 3 കോയിൻസ് ആണെങ്കിൽ എച്ച് എച്ച് എച്ച്, എച്ച് എച്ച് ടി, അങ്ങനെ 8 വരും. ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 8. 2 into 2 4 into 2 8, അങ്ങനെ പോവാണ് ചെയ്യാം. അപ്പം അത് നോക്കിയാൽ മനസ്സിലാവും. സോ എനിവേ ദീസ് എക്സ്പെരിമെൻറ്റ്സ് ആർ കോൾഡ് ആസ് വാട്ട്? റാൻഡം എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കംസ് എന്താണെന്ന് മനസ്സിലാക്കി. ത്രോയിങ് എ ഡൈ. വാട്ട് ഇസ് ഡൈ? ഇപ്പോൾ സ്പെല്ലിങ് നോക്കണം. DI, നമ്മൾ മരിക്കുക എന്നുള്ള വേർഡിൽ മീനിങ് അല്ല പറഞ്ഞത്. ഡൈ മീൻസ് ഇങ്ങനത്തെ ഒരു കട്ടയാണ്, ബോക്സ്. ഈ ലൂഡോ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയൊരു ക്യൂബില്ലേ, അതാണ് ഡൈ. അപ്പോൾ ഡൈക്ക് 6 സൈഡ്സ് ഉണ്ടാവും. 1 2 3 അങ്ങനെ 6 സൈഡ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡൈ എറിയുവാണ്. എറിഞ്ഞാൽ ചിലപ്പോൾ 1 കിട്ടും, ചിലപ്പോൾ 2 കിട്ടും, 3 കിട്ടും, 4 കിട്ടും, 5 കിട്ടും, അങ്ങനെ 6 കിട്ടാം. സോ ഇതാണ് അതിൻ്റെ ഔട്ട്കം. 1 2 3 4 5 1 6 ഔട്ട്കംസ് എന്ന് പറയും. അപ്പോൾ ഈ ഔട്ട്കംസ് എല്ലാം ഇവിടെ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? സെറ്റ് എച്ച് കോമ ടി, സെറ്റ് എച്ച് ടി, ടി എച്ച്, എച്ച് എച്ച്, ടി ടി. സച്ച് സെറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്നാണ് പറയുക. സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇതെല്ലാം സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ. ത്രോയിങ് 2 ഡൈസ്. അപ്പോൾ ഇത് സിംഗുലർ, ഇത് പ്ലൂറൽ, 2 ഡൈകൾ. അപ്പോൾ സ്പെല്ലിങ് DICE. 2 ഡൈസ് ത്രോ ചെയ്താൽ ചിലപ്പോൾ ഫസ്റ്റ് ഡൈൻ്റെത് 1 കിട്ടാം, സെക്കൻഡും 1 കിട്ടാം. 1 1. ചിലപ്പോൾ ഫസ്റ്റ് ഡൈ 1, സെക്കൻഡ് ഡൈ 2 ആവാം. 1 2 1 3 1 4 1 5 1 6 1 7 ഉണ്ടാവില്ല. ബിക്കോസ് ഒരു ഡൈക്ക് 6 സൈഡ്സേ ഉണ്ടാവും. ചിലപ്പോൾ ഫസ്റ്റ് ഡൈ 2 കാണിക്കാം, സെക്കൻഡ് 1 ആവാം. 2 1 2 2 അങ്ങനെ 6 വരെ ഉണ്ടാവും. There will be 36 items, okay, or 36 elements. അപ്പോൾ എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് മനസ്സിലായി. എന്താണ് ഔട്ട്കംസ് എന്നറിയാം. സി every experiments are called as random experiment. That is, the random experiment is a particular type of experiment whose outcomes cannot be predicted or they are not sure. What are outcomes? A possible result of a random experiment is called as an outcome. Sample space. The set of possible outcomes of a random experiment is called as sample space. Okay. Then event. എന്താണ് ഇവൻറ്റ് നോക്കാം. See, consider the random experiment given in question 5. Question 5 ഇതാണ് throwing 2 dice. അപ്പോൾ ഇതാണ് സാമ്പിൾ സ്പേസ്. ഇതിനകത്ത് നിന്ന് ഇവിടെ പറയാണ്
choose the elements such as the sum of the numbers appear on the face of the dice is 7. എന്താ പറഞ്ഞത്? ഇതിനകത്ത് നിന്ന് ഈ നമ്പറുകൾ കൂട്ടിയാൽ 7 കിട്ടുന്നത് ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. 1 നമുക്ക് വേണ്ട, ബിക്കോസ് 1 + 1 2 ആണ്. 7 കിട്ടുന്നേരം 1 5 വേണം. 1 + 5 6, അത് വേണ്ട. 1 6, യെസ് 1 + 6 7 ആവും. സോ ദിസ് ഇസ് സ്റ്റാൻഡേർഡ് 1 6. പിന്നെ ഇതൊന്നും വേണ്ട. 2 5, 2 + 5 7 ആവും. 2 5 3 4 4 3 5 2 6 1, അത് മാത്രമേ കിടത്തു. 1 6 2 5 3 4 4 3 5 2 6 1. അപ്പോൾ ദിസ് സെറ്റ് ഈസ് നേംഡ് ആസ് ക്യാപിറ്റൽ ഇ. ആക്ച്വലി ദിസ് ക്യാപിറ്റൽ ഇ ഈസ് എ പാർട്ട് ഓഫ് എസ്. ഇത് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന സെറ്റ് ഇതിലുണ്ടല്ലോ. മീൻസ് ക്യാപിറ്റൽ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എസ്. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് വാട്ട് ആർ സബ്സെറ്റ്സ്. Capital E is a subset of capital S. Okay, such capital E are called as events. Events എന്ന് പറയും. അപ്പോൾ what are events? Events are the subset of a sample space. The subset of a sample space is called as an event. Okay, അപ്പോൾ അങ്ങനെയാണ് കാര്യം പറഞ്ഞത്. Then mutually exclusive events. Mutually exclusive. Consider the random experiment given in question 4. എക്സാമ്പിൾ എടുക്കാം. ഇതെടുത്തു. S = 1 2 3 4 5. Throwing a die. Choose an event such as the set of odd numbers. ഇതിനർത്ഥം നിങ്ങൾ ഓഡ് നമ്പർ മാത്രം എടുക്കുക, അതിന് E1 എന്ന് പേര് കൊടുക്കുക. ഒരു ഇവൻറ്റ്. ദറ്റ് E1 ഈസ് an event that the set of odd numbers 1 3 5 അല്ലേ. അതിന് E1 നമ്പർ ആണെങ്കിലോ 2 3 6. Choose another event such as the set of even numbers E2 2 4 6. Then what is E1 intersection E2? E1 intersection E2 means this intersection this, and the intersection common. രണ്ടോ കോമൺ വരുന്നവരാണ് ആരുമില്ല. 5 null set ആരുമില്ല. അങ്ങനെയാണെങ്കിൽ this E1 and E2 are called as mutually exclusive. Then such events are called as mutually exclusive events. അപ്പോൾ എന്താ mutually exclusive events? ആ എടുത്ത രണ്ട് ഇവൻറ്റ്സിന് കോമൺ ഒന്നും ഇല്ലെങ്കിൽ അതിനെ പറയും mutually exclusive events പറയും. Then exhaustive events. Again consider the random experiment given in question number 4. അതിൻ്റെ കൊണ്ട് കൊടുക്കാം, സിമ്പിൾ ആയതുകൊണ്ട് കൊണ്ട് കൊടുത്തു. ഓക്കെ, ടേക്ക് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ഈവൻ സെറ്റ് ഓഫ് നമ്പേഴ്സ് ലെസ് ദാൻ 4. ഇതിനകത്ത് 4 ചെറുതായതൊക്കെ എടുത്തോ. ആരാണ്? 1 2 3. ഓക്കെ, സെറ്റ് ഓഫ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 2 ബട്ട് ലെസ് ദാൻ 5. 2-നേക്കാൾ വലുതെടുക്കുക, പക്ഷേ 5-നേക്കാൾ ചെറുതെടുക്കുക. ആരാത്? 2-നേക്കാൾ വലുതും 3, 5-നേക്കാൾ ചെറുതും 4. 3 and 5. ദെൻ E3 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 4. 4-നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ 5 and 6. ഓക്കെ, അങ്ങനെ എടുക്കാം. ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ 5 and 6. സോ S is equal to set 1 2 3 4 5 6. Take the following events. Set of numbers less than 4, അതാണ് E1. E2 the set of numbers greater than 2 but less than 5. E3 means set of numbers greater than 4. Okay, then what is E1 union E2 union E3? That is this union this എല്ലാം ഒന്ന് ചെയ്തോ. 1 2 3 ഇനി മുന്നോട്ട് 3 വേണ്ട ആവശ്യമില്ല. 4 5 6 1 2 3 4 5 6. That is S itself. So if the union of the events is the sample space itself, then E1 E2 E3 are called as exhaustive events. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനത്തെ ഇവൻറ്റ്സിനാണ് പറയുക എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ യൂണിയൻ എല്ലാം കൂടെ കിട്ടുന്നത് ആരായിരിക്കണം? സാമ്പിൾ സ്പേസ് എസ് തന്നെ ആയിരിക്കണം. ഓക്കെ, സി എസ് is equal to 1 2 3 4 5 6. E1 1 ഒരു എക്സാമ്പിൾ 1 3 5. E2 2 4 6. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം. E1 and E2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് കൊടുത്തു. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് ബിക്കോസ് E1 ഇന്റർസെക്ഷൻ E2 5 ആണ്. E1 and E2 എക്സ്ഹോസ്റ്റീവ് ആണോ? 1 3 5 2 4 6. അതിന് യൂണിയൻ എടുത്താൽ എന്താ വരും? എസ് തന്നെ കിട്ടൂലേ? 1 3 5 2 4 6. ദർ യൂണിയൻ is equal to എസ് തന്നെ കിട്ടും. സോ ദീസ് ടു ഇവൻറ്റ്സ് ആർ ബോത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് അല്ലേ? അപ്പോൾ E1 and E2 are called as mutually exclusive and exhaustive events. അപ്പോൾ എന്താ mutually exclusive and exhaustive events? Such events are mutually exclusive ആണ് and exhaustive ആണ്. Okay, 2 dice are thrown. The events A, B and C are as follows. 2 dice throw ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 36
എലമെൻറ്റ്സ് അതിന് സാമ്പിൾ സ്പേസിൽ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇവിടെ ഏതാ പറഞ്ഞത്? ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ. ഫസ്റ്റ് ഡൈയിൽ ഈവൺ നമ്പർ ഉണ്ടാവണം. ഗെറ്റിംഗ് ആൻ ഓർഡർ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ. ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡൈയിൽ ഓർഡർ നമ്പർ ഉണ്ടാവണം. സി എന്താണ്? ഗെറ്റിംഗ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എ ബി സി അങ്ങനെ 3 ഈവൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണണം. ഫൈൻഡ് ദ ഫോളോയിങ് ഈവൻറ്റ്സ്. എ കോംപ്ലിമെൻറ്റ്, നോട്ട് ബി. നോട്ട് ബി മീൻസ് ബി കോംപ്ലിമെൻറ്റ്. എ ഓർ ബി. ഓർ ബി മീൻസ് യൂണിയൻ. ഈ ഓർ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റിയിൽ യൂണിയനാണ്. എ യൂണിയൻ ബി. ആൻഡ് എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഇൻ്റർസെക്ഷനാണ്. എ ഇൻ്റർസെക്ഷൻ ബി. എ ബട്ട് നോട്ട് സി. എ വേണം പക്ഷേ സി വേണ്ട. അതായത് എ ഡിഫറൻസ് സി. ഫസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബി ഓർ സി മീൻസ് ബി യൂണിയൻ സി. ബി ആൻഡ് സി മീൻസ് ബി ഇൻ്റർസെക്ഷൻ സി. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ. ഫസ്റ്റ് വൺ എന്താ? ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡൈ. ഫസ്റ്റ് ഡൈയിൽ ഈവൺ നമ്പർ വരണം. സാമ്പിൾ സ്പേസ് നമുക്കറിയാം. 1 1 1 2 1 3 1 4 1 5 1 6 2 1 2 up to 6 6. There will be 36 elements. എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ എ. ആൻഡ് എ ഈവൺ നമ്പർ ആവണം ഫസ്റ്റ് ഡൈയിൽ. ഫസ്റ്റ് ഡൈയിൽ ഈവൺ നമ്പർ വരണം. ഇത് 1 1 ഫസ്റ്റിൽ ഈവൺ വരണം. ഇത് ഈവൺ അല്ല ഫസ്റ്റ്. അപ്പോൾ അത് വേണ്ട. 1 1 അതൊന്നും വേണ്ട. 2 1. ഓക്കെ. ഫസ്റ്റ് ഈവൺ അല്ലേ? 2 1 2 2 2 3 2 4 2 5 2 6. വേണ്ട 3 1 വേണ്ട. കാരണം ഈവൺ വേണ്ടല്ലോ. 3 ഈവൺ അല്ലല്ലോ. 4 1 4 2 4 3 4 4 4 5 4 6. പിന്നെ 5ൻ്റെ വേണ്ട. 6 1 6 2 6 3 6 4 6 5 6 6. അപ്പം ഈ സെറ്റാണ് എ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ബി? ഗെറ്റിംഗ് ആൻ ഓർഡർ നമ്പർ ഓൺ ദ ഫസ്റ്റ് ഡേ. അപ്പോൾ അതൊക്കെ വരും 1 1 1 2 1 3 1 4 1 5 1 6. പിന്നെ 2 1 2 2 വരണ്ട. 3 1 3 2 3 3 3 4 3 4 3 6. പിന്നെ 4 1 വേണ്ട. 5 1 5 2 5 3 5 4 5 5 1 5 6. ബി. ഓക്കെ. What is C? Get the sum of the numbers on the first die is less than or equal to 5. നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് സം ഓഫ് ദ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. 1 1 1 പ്ലസ് 1 എന്താ? 2 2 5നേക്കാൾ ലെസ് ആണ് വേണം. 1 2 1 പ്ലസ് 2 3 5നേക്കാൾ ലെസ് ആണ്. അങ്ങനെ പോയാൽ 1 4 1 പ്ലസ് 4 അത് 5 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ 1 4 വേണം. അപ്പോൾ 1 1 1 2 1 3 1 4 അതൊക്കെ എടുക്കണം. 1 1 1 2 1 3 1 4 ഒക്കെ എടുത്തു. പിന്നെ 2 1 2 പ്ലസ് 1 3. ഓക്കെ. 2 2 2 പ്ലസ് 2 4 അത് വേണം. 2 3 2 പ്ലസ് 3 5 അത് വേണം. പിന്നെ 3 1. അപ്പോൾ അങ്ങനെ വേണ്ടതെല്ലാം എടുത്ത് വെച്ചു. സിക്ക് കറസ്പോണ്ടിങ് കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ എ ബി സി ആർ ഒബ്റ്റൈൻഡ്. വാട്ട് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് മീൻസ് എയിലില്ലാത്ത ബാക്കി തേച്ച് എഴുതും. വെച്ചുന്നത് എയിലില്ലാത്ത ബാക്കി തേച്ച് എഴുതും. അപ്പോൾ എയിൽ എന്തൊക്കെയാണുള്ളത്? 2 1 2 2 2 3. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി 36 ബാക്കി വരുന്നൊക്കെ എഴുതും. 1 1 1 2 1 3 അങ്ങനെ തേച്ച് എഴുതി വെച്ചു. ഓക്കെ. അത് ഇതാണ് വരുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നോട്ട് ബി. നോട്ട് ബി മീൻസ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ബിയിലുള്ളത് ഒഴിവാക്കി ബാക്കി തേച്ച് എഴുതുക. അങ്ങനെ അത് കിട്ടി. ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ കാര്യം. എ ഓർ ബി മീൻസ് എ യൂണിയൻ ബി. എയും ബിയും ഒന്നിച്ചെഴുതും. ഇതാണ് എ, ഇതാണ് ബി. എയും ബി ഒന്നിച്ചെഴുതുമ്പോൾ 1 1 1 2 1 3 1 4 1 5 1 6. പിന്നെ 2 1 2 2 ഒന്നിച്ചെഴുതുമ്പോൾ എസ് തന്നെ വരും. എ ഇൻ്റർസെക്ഷൻ ബി മീൻസ് എൻ്റെയും ബിൻ്റെയും കോമൺ ആയിട്ട് വരുന്നത്. എ ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്. രണ്ടിലും കോമൺ ആരും ഉണ്ടെന്നോ? ആരും കാണില്ല. സോ ആൻസർ ഇസ് നൾ സെറ്റ് 5. ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. ഇനി എ ബട്ട് നോട്ട് സി. എ വേണം, സി ബട്ട് നോട്ട് സി. ഇവിടെ ബി എന്ന് എഴുതിയിട്ടുള്ളത്. എ നോട്ട് സി. ഇപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ബി ആക്കിയാൽ മതി. എ ബട്ട് നോട്ട് ബി ആക്കിയാൽ മതി. അപ്പോൾ എന്തായാലും പറയാം എ ഡിഫറൻസ് ബി എന്ന് പറയും. എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ വേണം, പക്ഷേ അതിന് ബി ഒഴിവാക്കണം. അപ്പോൾ എ ഇതാണ്. ഇതിനകത്ത് ബിയിലുള്ളത് മാറ്റണം. ബിയിൽ 1 1 1 2. പക്ഷെ അതൊന്നും കാണില്ല അല്ലേ? എ ബട്ട് നോട്ട് ബി. there is a correction. എ ബട്ട് നോട്ട് സി അങ്ങനെ നടക്കും. എ ബട്ട് നോട്ട് സി. അപ്പോൾ എ ഡിഫറൻസ് സി. ഇത് സി ആക്കണം. എ ഡിഫറൻസ് സി. ഓക്കെ. എ ഡിഫറൻസ് സി എന്ന് പറഞ്ഞാൽ എ സെറ്റ് നോക്കുക, അതിൽ സി ഉള്ളതിനെ അങ്ങ് മാറ്റുക. എ സെറ്റ് നോക്കാം. ഇതാണ് എ സെറ്റ്. അതിൽ നിന്ന് സി അങ്ങ് മാറ്റുക. ഈ സി അങ്ങ് മാറ്റണം. ഓക്കെ. അപ്പോൾ എ ഡിഫറൻസ് സി എന്താണെന്ന്
നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ന് സിയിലിപ്പോൾ 2 1 നമുക്ക് വേണ്ട. 2 1 ഇവിടെ ഉണ്ട്. അപ്പോൾ 2 1 പറയണ്ട, 2 2 പറയണ്ട, 2 3 പറയണ്ട, അല്ല 2 1 2 2 2 3 വേണ്ട. 2 4 വേണം, കാരണം 2 4 ഇവിടെ ഇല്ല. ഏത് സി മാത്രമല്ലോ. അപ്പോൾ 2 4 ഇവിടെ ഇല്ല, 2 4 വേണം. 2 4 പിന്നെ 2 5 വേണം. 2 5 2 6 വേണം. ദെൻ 4 2 വേണം. 4 1 വേണ്ട, എന്തുകൊണ്ടാണ് 4 1 ഇവിടെ ഉണ്ട്. 4 2 വേണം. പിന്നെ 4 3 4 4 4 5 4 6 6 1 6 2 6 3 6 4 6 5 ആൻഡ് 6 6. അപ്പോൾ എ ഡിഫറൻസ് സി നോക്കി എഴുതണം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എററാണ്, ഇത് 5 അല്ല. അപ്പോൾ എ ബട്ട് നോട്ട് സി ഈക്വൽ ടു എ ഡിഫറൻസ്, ഇത് സി എന്നാക്കണം. അപ്പോൾ ഇതല്ല ആൻസർ. എന്താണ് ആൻസർ വേണ്ടത്? എ ഡിഫറൻസ് സി. ആൻസർ ഇതാണ്. സെറ്റ് 2 4 2 5 2 6 4 2 4 3 4 4 4 5 4 6 6 1 6 2 6 3 6 4 6 5 6 6. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ദെൻ ബി ഓർ സി മീൻസ് വാട്ട്? ബി യൂണിയൻ സി. ഇപ്പോൾ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിയും സിയും കമ്പൈൻ ആയിട്ട് എഴുതണം. ബി ഇതാണ്, സി ഇതാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ വരാത്ത വിധത്തിൽ 1 1 വേണം. ഇവിടെ 1 1 ഉണ്ട്, ഇനി ഒരു പ്രാവശ്യം മതിയാണ്. 1 1 1 2 1 3 1 4 പിന്നെ 1 5 വേണം. 1 6 അങ്ങനെ ഇതും ഒന്നിച്ച് വർക്ക് തയ്ച്ച് എഴുതി വെക്കണം. 1 1 1 2 1 3 1 4 1 5 1 6 2 1 2 2 2 3 2 3 1 2 3 അതിന് 2 4 ഇല്ല. എന്താണ് 2 4 ഇല്ലാത്ത? 2 4 ഇതിൽ പറയുന്നില്ല. 2 4 ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇതിലും 2 4 ഇല്ല. 2 4 ഇല്ല. ഓക്കെ, 3 1 അങ്ങനെ ഇത് ഫുള്ളായി. ബി ഓർ സി, ദാറ്റ്സ് ബി യൂണിയൻ സി. ബി ആൻഡ് സി മീൻസ് ബി ഇൻ്റർസെക്ഷൻ സി. ബിയും സിയും നോക്കുക, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. 1 1 രണ്ടിലും കോമൺ ആണ്. 1 1 ഒരു 1 2 1 3 1 4 3 1 3 കോമൺ എഴുതി. ഇനി എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ അവിടെ ഉണ്ട്, ബി കോംപ്ലിമെൻ്റ് ഉണ്ട്, സി കോംപ്ലിമെൻ്റ് ഉണ്ട്. അതിൽ 3ലും കോമൺ ആയിട്ട് വരുന്നത് നോക്കി എഴുതി വെക്കും. അപ്പോൾ അവിടെ ആൻസർ. Okay, that is all about this class, and later portion of this class will be discussed later. Okay.